ഈ പുൽക്കൂട് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പുൽക്കൂട്ടിൽ ഒരു വശത്ത് രാജാക്കന്മാരും മറുവശത്ത് ഇടയന്മാരുമാണ്. രാജാക്കന്മാർ വിജാതീയരായിട്ടുള്ള രാജാക്കന്മാരും, ഇടയന്മാര് യഹൂദരായിട്ടുള്ള ഇടയന്മാരുമാണ്. രാജാക്കന്മാര് സമൂഹത്തിലെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്നവരും ഇടയന്മാര് സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന തട്ടിൽ നിൽക്കുന്നവരുമാണ്. രാജാക്കന്മാർ ഏറ്റവും വലിയ ജ്ഞാനികളും ഇടയന്മാര് സമൂഹത്തിലെ ഏറ്റവും അജ്ഞാനികളുമായിട്ടുള്ള ആളുകളാണ്. രാജാക്കന്മാര് സമൂഹത്തിലെ സമ്പന്നരും ഇടയന്മാര് സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരുമായിട്ടുള്ള ആളുകളാണ്. പുൽക്കൂടിന് മുമ്പിൽ ഇവർ രണ്ടുപേരും ഇരുവശങ്ങളിലായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന് മുൻപിലുള്ള സമാനതയും തുല്യതയും നമ്മളെ വിളിച്ച് ഓതി പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് അതിൻ്റെ മുൻപിലുള്ളത്. കൂടാതെ നമ്മൾ കാണുന്നത് പുൽക്കൂടിൽ പശുക്കളും ആടുകളും ഒപ്പം തന്നെ പുൽത്തൊഴുത്തും പ്രകൃതിയുടേതായ എല്ലാ സിംബൽസും ഉൾക്കൊള്ളുന്ന ഒരു ചിത്രം കൂടിയാണ്. പ്രകൃതിയും മനുഷ്യനും ദൈവവും സംഗമിക്കുന്ന ഒരു വേദി കൂടിയാണ് പുൽക്കൂട്. ഈ ഇളമക്കര ദേശത്ത്, ഈ പുന്നക്കൽ ദേശത്തൊക്കെ സാഹോദര്യത്തിന്റെ, സൗഹാർദ്ദതയുടെ, ആനന്ദത്തിന്റെ ഒരു അന്തരീക്ഷം ഈ ക്രിസ്മസ് സന്ദേശ റാലിയിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഏവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. മേരി ക്രിസ്മസ്.